ആരാടാ പോലീസിനെ വിളിച്ചേ? ഞാനാ സാറേ. എന്താ പ്രശ്നം? ഇത് കണ്ടോ സാറേ, ഇതിവന് കോളനിയിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളാ. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, കുറെ നാളായി. ഇന്ന് അവനെ കൈ കിട്ടിയത്. എന്ന് വെച്ചേ ഇവനിങ്ങനെ തല്ലിച്ചേക്കാൻ എന്താ ബീഹാറോ? ഇവനെന്തെങ്കിലും സംഭവിച്ച നീ ഉത്തരം പറയോ? ഇവന് കെട്ടക്കഴിച്ചേ നീ ആരാ? എവിടെ അതൊക്കെ ഇനി ശേഷം വന്നിട്ട് പറഞ്ഞാൽ മതി. ആരായാലും ഫോണോളെ വേഗം എടുത്തുടങ്ങട്. സാർ PC ദിനകരനാ. ആളിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിപ്പോയോ സാറേ? സാർ ജീപ്പില്ലേ സാർ? എന്റെ അമ്മക്ക് മരുന്ന് ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഓട്ടോ എടുത്തിട്ട് വരാം സാർ. ഓക്കെ സാർ. സമയത്ത് ജീപ്പിലെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ വിളിക്കണോ? പണിയെടുത്ത് ജീവിച്ചൂടെ? നടക്കണം. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നിങ്ങൾ 20 സാധനങ്ങളൊക്കെ ഇട്ടെ നോർത്ത് സ്റ്റേഷനിലേക്ക് നീങ്ങി ഇരിക്കണം. എനിക്ക് സൈഡിലിരിക്കണം. എന്താ തന്റെ പേര്? ലക്ഷ്മൺ. ദൈവത്തിന്റെ പേരിട്ട് ഇറങ്ങിയിരിക്കാം മോട്ടിക്കാൻ. സാറേ, സാറിന് സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്. എന്റെ അമ്മ എങ്ങാനും അറിഞ്ഞ. ഞാൻ പോലീസൊന്നുമല്ല. പിന്നെ തന്നെ പോലെയൊക്കെ തന്നെയാ, പേര് ഗോപാലൻ. എന്തേ? അല്ല, ദൈവത്തിന്റെ പേരിട്ട് ഇറങ്ങിയിരിക്കാം മോട്ടിക്കാൻ അല്ലേ? ഈ ഉപകാരം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. തരാനായിട്ട് ഇപ്പൊ ഒന്നുമില്ല എന്റെ കയ്യിൽ. അതൊന്നും വേണ്ട. പെട്ടെന്ന് ഞാൻ എന്തോ ഓർത്തപ്പോ വണ്ടി എടുത്തോ. ശരി, എന്നാ കാണാം. ഗോപാല, എന്റെ ഒരു സന്തോഷത്തിന് വെച്ചോളൂ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് തന്റെ ഒന്നുമില്ലെന്ന്? പറഞ്ഞപ്പോ ഒന്നും ഉണ്ടായില്ല. ഈ പേഴ്സ ഓട്ടോക്കാരന്റെ പോക്കറ്റടിച്ചതാ. താനാള് കൊള്ളാലോടോ. ജീവിക്കണ്ടേ? ഏയ്, നിന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്ന് വീണതാണമ്മേ. ശ്രദ്ധിക്കണ്ട മോനെ, എനിക്ക് വേറെ ആരാ ഉള്ളത്? അമ്മക്ക് ഞാനില്ലേ അമ്മേ? നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. കണ്ണു വെക്കല്ലേ, ഇതിന് നന്നായിട്ട് അമ്മ ചുമച്ചോണ്ടിരുന്നതാ. എല്ലാരും കൂടി പറഞ്ഞു ചുമയാണ് സൗണ്ട് പറഞ്ഞു. എല്ലേ ഞാനമ്മേ? തള്ളേ കളിയാക്കല്ലേടാ. നീ വന്നോ? ഞാനൊന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിയതാ. സുരേനെടുത്ത് അപ്പുറത്തെ വീട്ടിലെയാ. ഞങ്ങൾക്കൊരു വലിയ സഹായോ. ഇത് കൂടെ ജോലി ചെയ്യുന്ന ആളാ? എന്റെ കൂട്ടുകാരനാ. അമ്മ ഒറ്റയ്ക്കായിരിക്കലോന്ന് ഓർത്ത് ഞാൻ ഓടി വന്നതാ. നിങ്ങൾ ചോറെടുത്ത് കഴിച്ചോ? കുറച്ച് മീൻകറി ഉണ്ട്. എന്നാ ഞാൻ രാവിലെ വരാം. പിള്ളേരുടെ അച്ഛനെന്ന് നേരത്തെ വന്നിട്ടുണ്ടേ, അതാ. ആ ലക്ഷ്മണ, ഒന്നിങ്ങി വന്നേ. പിന്നെ അമ്മയ്ക്ക് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാറായെന്ന് തോന്നുന്നു. രാവിലെ നല്ല കരച്ചിലായിരുന്നു, പാവം. മരുന്നും കഴിഞ്ഞു. നാളെ ആശുപത്രി കൊണ്ടുപോകാം. അമ്മയുടെ ചികിത്സക്ക് വേണ്ടിയിട്ടാ നാട്ടിൽ നിന്ന് ടൗണിലേക്ക് വണ്ടി കയറിയത്. ഇവിടെ വന്ന ആശുപത്രികൾ കയറി ഇറങ്ങിയപ്പോഴേക്കും വീടിന്റെ ആധാരം കൊണ്ട് ബാങ്കുകാർ പോയി. ഒരു നിലയുണ്ടായിരുന്ന ആശുപത്രി 3 നിലയായി. അമ്മ അത്യാസന്ന നിലയിലായെന്നല്ലാതെ ഒരു ഡോക്ടർമാർക്കും രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് മരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കി. ഇതാവുമ്പോ അടുത്ത ഒരു ഡോക്ടർ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചത്. ആ രോഗത്തിന് എന്റെ വായിക്കൊള്ളാത്തൊരു പേരും പറഞ്ഞു ഇംഗ്ലീഷിൽ. എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് സാർ മോശമായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. എന്തായാലും ആഴ്ചയിൽ നമുക്ക് രക്തം മാറ്റണം. ഇടക്കിടക്ക് നമുക്ക് വേദന കൂടുമ്പോ ഒരു കരച്ചിലുണ്ട്, കണ്ടെടുക്കാൻ പറ്റില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണം. വലിയ തുകയാവും. ഞാനിവിടെ പോകും കാശിന്. ഇവിടെ വന്ന് പല പണികളും നോക്കി ഒന്നും വട്ടൊത്തുന്നില്ല. പിന്നെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഞാൻ കണ്ട എളുപ്പ വഴിയാ മോഷണം. എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് പൊട്ടിച്ചാവും. ഓപ്പറേഷന് നല്ലൊരു തുക അടിച്ചെടുക്കാൻ പറ്റിയ അന്ന് ഞാനീ പണി നിർത്തും. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് മിച്ചം വില കാശുണ്ടെങ്കിൽ പെട്ടിക്കടെങ്കിൽ പെട്ടിക്കട. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. ഇതൊക്കെയായി എന്റെ ആഗ്രഹങ്ങളും ഫ്ലാഷ് ബാക്കും. ഗോപാലിന്റെ
അങ്ങനെ വലിയ കഥകളൊന്നുമില്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ ബാലിശാട്ടൊക്കെ തോന്നാം. പക്ഷേ അതിൽ നിന്നുണ്ടായ വേദന എൻ്റെ മാത്രം. ചെറുപ്പത്തിൽ ഒരു എഞ്ചിനീയർ ആവാനായിരുന്നു എൻ്റെ ആഗ്രഹം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് എക്സിബിഷന് ജില്ലയിൽ എനിക്കായിരുന്നു 1ാം സ്ഥാനം. ചിലപ്പോൾ എൻ്റെ നിയോഗം ഒരു കള്ളനാവാനായിരിക്കും. ഒന്നും മനഃപൂർവ്വമല്ല. ആദ്യം തോന്നിയ അമർഷം, പക, പ്രതികാരം. നാട്ടിലെ പേരുകേട്ട തറവാടായിരുന്നു എൻ്റേത്. അമ്പാടി തറവാട്. അച്ഛൻ അമ്പാടിയിലെ കൃഷ്ണൻ നായർ, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ. സമയദോഷക്കാലത്ത് എൻ്റെ അച്ഛന് തോന്നിയൊരു അബദ്ധം. ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് ചേർന്ന ഒരു ചെട്ടിക്കമ്പനി, നാട്ടുകാരുടെ കാശ്. ചെട്ടിക്കമ്പനി നല്ല നിലയിൽ അങ്ങോട്ട് വളർന്നു. എന്തിനു പറയണു, ഒരു ദിവസം അച്ഛൻ്റെ കൂട്ടുകാരങ്ങോട്ട് മുങ്ങി. പിന്നീട് അയാളെക്കുറിച്ച് ഒരു അറിവുണ്ടായിട്ടില്ല. അങ്ങനെ നാട്ടുകാരുടെ മുമ്പില് എൻ്റെ അച്ഛനൊരു കള്ളനായി. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനെ വീടിൻ്റെ ഉമ്മറത്തിട്ട് നാട്ടുകാര്. ഞാൻ കള്ളനല്ല, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. എൻ്റെ അച്ഛനെയും എന്നെയും തറവാട്ടിൽ നിന്ന് നാട്ടുകാരിറക്കി വിട്ടു. നാട്ടുകാരുടെ മുതൽ തിരിച്ചു കിട്ടാനായി പോലീസ്, കേസ്, കോടതി, ജപ്തി, ലേലം വിളി. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട് എനിക്ക് നഷ്ടമായി. നിരപരാധിയായ എൻ്റെ അച്ഛൻ നാട്ടുകാരുടെ മുമ്പിൽ കള്ളനായ വേദനയില് ഒരു തുണ്ട് കയറിൽ ജീവനൊടുക്കി. അങ്ങനെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ, തറവാട്, വിദ്യാഭ്യാസം, പിന്നെ അങ്ങോട്ട് പട്ടിണിയും കഷ്ടപ്പാടും. പോരാത്തതിന് കള്ളൻ്റെ മോനെന്ന പേരും. ജീവിതം വഴിമുട്ടിപ്പോൾ എല്ലാവരോടും പകയായി. ആ ഗ്രാമത്തിനോടും അവിടുത്തെ നാട്ടുകാരോടും. എൻ്റെ ഉറക്കം കളഞ്ഞ് അവരുടെ ഉറക്കം കളയാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഊഞ്ഞാലടി ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞു. അവർക്കാർക്കും അറിയില്ല ഈ കട്ട്ല ഗോപാലൻ അമ്പാടി കൃഷ്ണൻ നായരുടെ മകനാണെന്ന്. മനസ്സിലിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ കളിച്ചു വളർന്ന എൻ്റെ തറവാട് എനിക്ക് തിരിച്ചു പിടിക്കണം. അതിനെനിക്കും വലിയൊരു തുക വേണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം തൻ്റെ ആദ്യ പാവമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക്. പക്ഷെ ഇത്രയും വലിയ തുക അതെങ്ങനെയാ? ഒരു പിടിയും കിട്ടുന്നില്ല. ശാസ്ത്രം വല്ലാണ്ട് വളർന്നു. നമ്മുടെ നാട്ടുമ്പുറത്തെ കള്ളന്മാര് അത്രയും വളർന്നിട്ടില്ല. അതിനൊത്ത് വളരണം. അതിന് കുറച്ച് കാശ് അത്യാവശ്യമുണ്ട്. പിന്നെ താമസിക്കാൻ ഒരു സ്ഥലം. അതിന് പറ്റിയ സ്ഥലം എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ ഇനിയുള്ള സൂര്യോദയം നമ്മുടേതാവട്ടെ.